Every dream celebration deserves a grand entrance, from timeless Rolls-Royce charm to modern BMW elegance. Luxury on Wheels brings you the car that makes your moment unforgettable. Weddings, celebrations, or royal arrivals, we deliver luxury when it matters most. Drive the dream, luxury on wheels. 48 വർഷത്തെ സിനിമാ ജീവിതത്തിലെ വലിയ അവാർഡ് ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം മലയാള സിനിമയ്ക്ക് സമർപ്പിച്ച് മോഹൻലാൽ. 21 വർഷങ്ങൾക്ക് ശേഷം ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് മോഹൻലാലിലൂടെ മലയാള സിനിമയിലേക്ക് എത്തിയിരിക്കുകയാണ്. 2023 പുരസ്കാരമാണ് മോഹൻലാലിനെ തേടിയെത്തിയിരിക്കുന്നത്. നേരത്തെ സംവിധാന രംഗത്തെ മികവ് അടൂർ ഗോപാലകൃഷ്ണൻ പുരസ്കാരത്തിന് അർഹനായിരുന്നു. ഇപ്പോഴിതാ പുരസ്കാര നേട്ടത്തിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ് മോഹൻലാൽ. ജൂറിയോടും ഇന്ത്യൻ ഗവൺമെന്റിനോടും കൂടെ പ്രവർത്തിച്ച എല്ലാവർക്കും നന്ദി. ഈ പുരസ്കാരം മലയാള സിനിമയ്ക്ക് സമർപ്പിക്കുന്നു. 48 വർഷത്തെ സിനിമാ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ അവാർഡാണിത്. ഇതിനു മുൻപ് ഈ അവാർഡ് കിട്ടിയത് മഹാരഥന്മാർക്കാണ്. കൂടെയുള്ള എല്ലാവരെയും ഓർക്കുന്നു. ഇന്ത്യൻ സിനിമയിലെ അവാർഡ് മലയാള സിനിമയ്ക്ക് ലഭിച്ചതിൽ വളരെ സന്തോഷം. ഞാൻ പ്രവർത്തിക്കുന്ന മേഖലയാണ് എനിക്ക് ഈശ്വരൻ. അതുകൊണ്ടാണ് ഈശ്വരൻ തന്ന അവാർഡ് എന്ന് പറയുന്നത്. അങ്ങനെയല്ല, എപ്പോഴും അങ്ങനെയാണല്ലോ. എന്ന് പറയുമ്പോൾ ഒരു സക്സസ്ഫുൾ ആയി മാറുമ്പോഴാണല്ലോ ഒരുപാട് അതിലേക്ക് ബാക്കി ആൾക്കാർ ഓടിയെത്തുന്നത്. സിനിമ ഒരു വിഷ്യസ് സർക്കിളാണ്, ഒരു മാജിക് ആണ്. നമുക്ക് അതിനെ കുറിച്ചൊന്നും പറയാൻ പറ്റില്ല. 2 സിനിമ സക്സസ് ആയാൽ അത് ഭയങ്കരമായിട്ട് എലിവേറ്റ് ചെയ്യും. ഒരു സിനിമ മോശമായാൽ വീണ്ടും താഴേക്ക് വരും. അതൊരു പ്രത്യേക ഒരു സൈക്കിളാണ്. അപ്പൊ അതിൻ്റെ അകത്ത് 48 വർഷം നിൽക്കുക എന്ന് പറയുന്നത് ഒരു വലിയ സർക്കസാണ് അല്ലേ. അതൊരു സർക്കസ് പോലെയാണ്. നമ്മൾ ട്രപ്പീസ് അല്ലേ, അത് വളരെ വിദഗ്ധമായിട്ട് നമ്മളെ താങ്ങി നിർത്താൻ ഒരുപാട് പേര് ഉണ്ട്. നമ്മുടെ കൂടെ സഞ്ചരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതുകൊണ്ടാണ് നല്ല സിനിമകൾ ഉണ്ടാകുന്നത്. നമ്മളുടെ പ്രവൃത്തി മണ്ഡലത്തിൽ നമ്മൾ കാണിക്കുന്ന സത്യസന്ധത കൂടിയാണിത്. ഈ അവാർഡ് എല്ലാവരുമായി ഞാൻ പങ്കുവയ്ക്കുന്നു. വിമർശനങ്ങൾ തോളത്ത് ഏറ്റു നടക്കുന്ന ആളല്ല ഞാൻ. ഈ നിമിഷത്തെക്കുറിച്ച് ചിന്തിക്കുക. തിങ്കളാഴ്ച ദൃശ്യം 3 ചിത്രീകരണം തുടങ്ങുന്ന ദിവസമാണ്. പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പുരസ്കാര വിവരം പറയാൻ വിളിച്ചപ്പോൾ ആദ്യം വിശ്വസിക്കാനായില്ല. അതൊരു വൈൽഡ് ഡ്രീം മാത്രമാണെന്ന് തോന്നി. ഒന്നുകൂടെ പറയൂ എന്ന് ഞാൻ പറഞ്ഞു. സിനിമയ്ക്ക് ഇപ്പോൾ പരിമിതികളില്ല. സിനിമ എന്നത് പാൻ ഇന്ത്യൻ ആണ്. സംവിധാനം ചെയ്യണം എന്ന തോന്നൽ വന്നാൽ ഇനിയും ചെയ്തേക്കും. സിനിമയ്ക്ക് അപ്പുറത്തേക്കുള്ള സ്വപ്നം എന്തെന്ന് ചോദിച്ചാൽ ഇപ്പോൾ പറയാനാവില്ല. വളരെ കുറച്ച് സ്വപ്നം കാണുന്ന ആളാണ് ഞാൻ. നല്ല സിനിമകൾ ഇനിയും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ന്യൂസ് ബ്യൂറോ, കൊച്ചി.